നമസ്തേ. മറുപടിയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. 36 വർഷത്തെ സേവനം. താങ്കൾ അഗ്നിശമന സേനയുടെയും അതുപോലെ ജയിലിൻ്റെയും വിജിലൻസിൻ്റെയും ക്രമസമാധാന ചുമതലയുടെയും ഒക്കെ മേധാവിയായിട്ട് ഇരുന്നിട്ടുണ്ട്. എങ്ങനെ ഈ ബാഹ്യസമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ലാതെ എത്രത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിൽ ആക്ച്വലി വൺ വേർഡിൽ ഞാൻ പറയാം, യു ഹാവ് ടു ബിക്കം എ പ്രൊഫഷണൽ. പ്രൊഫഷണൽ ആണെങ്കിൽ ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഓർ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കില്ല. അത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കാൻ സമയത്തെ ഞാനത് ആക്ച്വലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി പഠിച്ചു. ഞാൻ പഠിച്ചത് സെൻട്രൽ ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ സമയത്ത്, സെൻട്രൽ ഏജൻസിയിൽ ഞാൻ 16 വർഷം ജോലി ചെയ്തു. 17 വർഷം CBIയിൽ, 5 വർഷം NIAയിൽ. ആ സമയത്ത് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഒരു ഗവൺമെൻറ് സർവൻറ്റ്ക്ക് വേണ്ടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് യു ഷുഡ് ബി എ പ്രൊഫഷണൽ. നിങ്ങൾ ആ ഗോൾ, ടാർഗറ്റ്, ഒബ്ജക്റ്റീവായിട്ട് നടത്തണം. പിന്നെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ആയതുകൊണ്ട് ലോ ഈസ് എബവ് എവറിഥിങ്. ഓൺലി ലോ ഫോർ മീ ഈസ് ബിലോ ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് എബവ് എവറിബഡി. അത് ഞാനാണ് നടപ്പാക്കി. സോ അതിലെനിക്ക് ഗുണം കുറച്ചോ കിട്ടി. കാരണം കുറച്ചൊക്കെ ആൾക്കാർക്ക് നിങ്ങളുടെ കൺട്രോളിങ് ആളോ മറ്റേ സീനിയർ ഓഫീസേഴ്സ്ക്ക് മനസ്സിലാവും, ഇയാളൊരു പ്രൊഫഷണലാണ്, ആൾ പ്രൊഫഷണൽ കാര്യങ്ങൾ കൊടുക്കണം. ഞാൻ ചെറിയ ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം പറയാം. പുരുലിയ ആർംസ് ഡ്രോപ്പ് കേസ് ഉണ്ടായി. ഞാൻ ആ സമയത്ത് ഒരു വളരെ ചെറുപ്പമുള്ള SP CBIയിൽ. അത് കൊൽക്കത്തയിലാണ് എൻ്റെ പോസ്റ്റിംഗ്. സാധാരണ രീതിയിൽ ഡൽഹിയിൽ നിന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേസുകളെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് CBI. ആ സമയത്ത് ഡയറക്ടർ വിജയ രാമറാവ് സാർ പറഞ്ഞു, ഐ വാണ്ട് ടു ഗിവ് ദിസ് കേസ് ടു ദിസ് യങ് ബോയ്. ദെൻ ഇറ്റ് ബിക്കം എ ഹിസ്റ്ററി. ഞാൻ ആ കേസിലെ കുറേ അധ്യായങ്ങൾ ഞാൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിൽ എടുത്താൻ ആ കേസാണ് സഹായിച്ചത്. ഏത് രീതിയിൽ ഫോറിനിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, എങ്ങനെ എവിഡൻസ് കൊണ്ടുവരണം, ഏത് രീതിയിൽ ആർ യു കോമ്പിറ്റൻറ്റ് ടു ഗോ ആൻഡ് ഇൻട്രോഗേറ്റ് എ പേഴ്സൺ ഇൻ എ ഫോറിൻ കൺട്രി. ഈ കാര്യങ്ങളെല്ലാം പ്രോട്ടോക്കോളൈസ്ഡായി ഇന്ത്യയിൽ. അത് ഞാൻ ആ കേസിൽ ഒരു മേ ബി അറൗണ്ട് 30-40 കൺട്രീസിലേക്ക് പോയി കാണും. ചില സമയത്ത് എനിക്ക് കൺട്രിയുടെ പേര് പോലെ ഇപ്പോൾ ഓർമ്മയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ പഠിച്ചു, കാരണം വളരെ 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 പ്രൊഫഷണലായിട്ട്. സോ ഐ ഓൾവേസ് ടെൽ മൈ ഓഫീസേഴ്സ്, ബി വെരി പ്രൊഫഷണൽ. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഓർ അതർ എക്സിക്യൂട്ടീവ്സ് വിൽ അണ്ടർസ്റ്റാൻഡ്. കാരണം അവർക്ക് ലാസ്റ്റിലെ റിസൾട്ട്സ് വേണം. ഒരു സിറ്റുവേഷനിലെ ഒരു ആൾ മോശമായിട്ട് റിസൾട്ട്സ് ആർക്കും വേണ്ട. സോ ക്രമസമാധാനം അതുപോലെ തന്നെയാണ്. ഒരു സോവറൻ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്റാണ്. ക്രമസമാധാനം നല്ല രീതിയിൽ നിർവഹിക്കുന്നില്ലെങ്കിൽ എന്താവും? അനിൽ സാബ് കനോട്ട് കം ഫ്രം ഹോം. എല്ലാ സമയത്തും നിങ്ങൾ പേടി ഉണ്ടാകും, ഞാൻ പോയാൽ ആളെ അടിക്കുമോ, എന്തെങ്കിലും മൊഗിങ് ചെയ്യുമോ. ആ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഡെവലപ്മെൻ്റ് ആയാലും പക്ഷേ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പക്ഷേ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ഡു ഇറ്റ്. ലോ ഉണ്ടോ? ലോ എല്ലാവർക്കും വേണ്ടി ഉണ്ടോ? പക്ഷേ ഏത് രീതിയിൽ എൻഫോഴ്സ് ചെയ്താലേ നമുക്ക് ആക്ച്വലി ബെസ്റ്റ് റിസൾട്ട് കിട്ടും, അതാണ് നമുക്ക് പറയാൻ. ആക്ച്വലി അതാണ് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ലീഡർഷിപ്പിൻ്റെ റോൾ അതിനാണ് പറഞ്ഞത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2016 ഓഗസ്റ്റ് 15 ഞങ്ങളിവിടെ പിങ്ക് പെട്രോൾ നടത്തി. ആ സമയത്ത് ഇവൻ പത്രക്കാർക്ക് പോലെ ആ പത്രം ഇത് കുറച്ച് ഗ്ലാമറസ് ആണ്. കാരണം പെൺകുട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്, പെൺകുട്ടികളാണ് ഇരിക്കുന്നത്, നല്ല കാറാണോ, നല്ല വൈഫൈ ഉണ്ടോ, ഇതുണ്ടോ മറ്റുണ്ടോ, ക്യാമറ ഉണ്ടോ മറ്റേ
ഇതൊരു ഗ്ലാമർ അല്ലേ, ഇതിലൊരു നടപ്പാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ആ ഞാൻ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല. അതിൽ ഇന്നോ എന്താണോ CNN വന്നിട്ടാണോ അവർ റെക്കോർഡ് ചെയ്തിട്ട് പോയി, BBC ആണ് ചെയ്തിട്ട് പോയി, നാഷണൽ ജോഗ്രഫി അവർ റൺ ചെയ്തു. അത് ഇപ്പോൾ പല സ്ഥലങ്ങളിലെ അവർ പല സംസ്ഥാനങ്ങളിലുള്ള പോലീസ് മേധാവികൾ എന്നെ ചോദിക്കണേ അതിലെ SOP എന്നെ നമുക്ക് അയക്കണം. അവരെന്തിനാ ചെയ്യുന്നത്? ഒരു ഫോൺ കോൾ വരുവാണെങ്കിലേ അവർ പെട്ടെന്ന് പോവും. എസ്പെഷ്യലി കുട്ടികളുടെ ചിൽഡ്രൻ, സ്ത്രീകളുടെ. അതിൽ സക്സസ് സ്റ്റോറി മാത്രമേ ഉള്ളൂ, അതിൽ ആക്ച്വലി അൺസക്സസ്ഫുൾ സ്റ്റോറി ഇല്ല. പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കൂടി വരിക, അത് നിങ്ങൾ ഒരു കേസിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. ദാറ്റ് ഹാസ് പ്രിക്ഡ് മൈ കൺസൈൻസ്, ഇറ്റ് ഹാസ് പ്രിക്ഡ് ദ കൺസൈൻസ് ഓഫ് ദ ഹോൾ ഓഫ് കേരള. സി, അതിൽ നിങ്ങളൊരു ഞാനൊരു ലോ എൻഫോഴ്സറാണ്. ലോ എൻഫോഴ്സ് മാത്രം ചെയ്താലേ ഈ കുറ്റകൃത്യങ്ങൾ എല്ലാം തീരുവോ? അതാണ് $100 million ക്വസ്റ്റ്യൻ. ഞാൻ ഉദാഹരണം പറയാം. അമേരിക്കയിലെ റേപ്പ് കേസിന് വേണ്ടി അതിനായിട്ട് വധശിക്ഷ അവർ റേപ്പ് നിർത്തിയോ? അതല്ല, ഇതിലെ ആക്ച്വലി ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. അതിലെ എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ആളുടെ റോളുണ്ട്. ഇപ്പോൾ ഒരു മുറിയിലെ ഭർത്താവ് ഭാര്യയ്ക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഭാര്യ പുറത്തെപ്പോട്ടെ പറയൂലല്ലോ, ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന കാര്യങ്ങൾ. കാരണം ഞാനൊരു ഓക്കെ ചേട്ടാ ഇങ്ങനെയായി, മദ്യപിച്ചു ഇങ്ങനെയായി, ഞാൻ സഹിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ ബിസ്മയുടെ കേസ് ഒരു വാട്ടർ സൈഡാണ്. ഞങ്ങൾ ഈ ഐഡിയ ഉണ്ടാക്കി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു IPS ഓഫീസർ, വളരെ ആർട്ടിക്കുലേറ്റ് ഓഫീസർ, ലേഡി ഓഫീസർക്ക് കൊടുക്കണം. 24/7 സീസ് അവൈലബിൾ. ഒരു ദിവസം 260 കോൾ ഇന്നലെ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾ വിളിക്കാൻ തുടങ്ങി, എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? നേരത്തെ അതും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു കോൺഫിഡൻസ് വന്നു. ഇപ്പോൾ കോൺഫിഡൻസ് വന്നു, ഞങ്ങളൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കും. പക്ഷേ ഇതിലെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ മീഡിയയുടെ റോളുണ്ട്, സൊസൈറ്റിയുടെ റോളുണ്ട്, സോഷ്യോളജിസ്റ്റ്, സോഷ്യൽ സയൻറ്റിസ്റ്റ് എല്ലാം പഠിക്കട്ടെ. ഈ കാര്യം നേരത്തെ നമ്മുടെ നാട്ടിലെ ഒരു കോമൺ ആയിട്ട് ഫെനോമിനനാണ്. ഒരു ഡൗറി ടർച്ചർ, ഡൗറി ഡെത്ത്, ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കെവിൻ കേസിൽ എന്തായി? ഓണർ കില്ലിംഗ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പം എല്ലാ രീതിയിലുള്ള കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം അറിയാലോ. അതുകൊണ്ട് ഈ സൊസൈറ്റി ഈസ് ചേഞ്ചിങ്. സോ നമുക്ക് ഏത് രീതിയിലെ ഈ കാര്യങ്ങൾ തടയാം? ഓൺലി പോലീസ്, ഐ ഡു നോട്ട് സേ പോലീസ് ഈസ് എ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആൻഡ് ഇറ്റ് ഹാസ് ടു ഡു ഇറ്റ്സ് ജോബ് പ്രോപ്പർലി. പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, പ്രോപ്പർ കൗൺസിലിംഗ് വേണമെങ്കിൽ ചെയ്യാം ഈ കാര്യങ്ങൾ. പക്ഷേ അത് ഇറ്റ് ഈസ് ഓൾസോ സംതിങ് യു ഹാവ് ടു തിങ്ക് ഹൗ ഇറ്റ് ഈസ് കമ്മിങ്. വൈ ഷുഡ് ഐ ആസ്ക് when I got a car which cost 10 lakh rupees, എനിക്കൊരു ഭൂമി കിട്ടി, 1 ഏക്കർ 1.5 ഏക്കർ, പിന്നെ എത്ര സ്വർണം കിട്ടി, പിന്നെ ഇനി എന്താ വേണം? സർ, ഈ സ്ത്രീധനം വാങ്ങുന്നവരെ മാത്രമേ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നുള്ളൂ. സ്ത്രീധനം കൊടുക്കുന്നവരെ അതെ സ്ത്രീധനം കൊടുക്കുക. എന്താ വെച്ചാൽ അതിൽ ഞാൻ പറയാം, അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിടിക്കാൻ സമയത്ത് ഭയങ്കര പാടാണ് ആക്ച്വലി. ഇത് കിട്ടാൻ ഈ ഡൗറിയുടെ ഡെഫിനേഷൻ മാത്രം ലീഗലി ഉണ്ടോ? ഞാൻ പറയും, അനിൽ സാബ് പറയും, ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യും? കിട്ടും ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കാമല്ലോ. അതാണ് എല്ലാ സമയത്തും ബ്രൈബ് ഗിവർ പോലെ. ബ്രൈബ് ഗിവർക്ക് പേരാ ഒരു ചെറിയ ബ്രൈബാണോ ഗിഫ്റ്റ് ആണോ? അതാണ് ഈ ഡൗറി ആണോ ഓർ ഗിഫ്റ്റ് ആണോ എന്ന് വലിയ അച്ഛൻ പറയൂ, ഞാൻ മോളൊക്കെ കൊടുത്തുള്ളൂ. മോള് മരിച്ച ശേഷം പറയും എന്റെ ഡൗറി ആയിരുന്നു എന്നെ ചോദിച്ചിട്ട് ഇതാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? എത്ര സാറ്? പിന്നെ കല്യാണ മണ്ഡപം അടുത്ത ഒരു നല്ല കാർ മാല വെച്ചിട്ട് ഇത് എൻ്റെ മരുമകനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തിനാണോ വാങ്ങിച്ചത്? ഡൗറിയാണോ? അല്ലല്ല, ഗിഫ്റ്റ് അല്ലേ. സാർ, ഈ ക്രമസമാധാന ചുമതല ദീർഘകാലം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് താങ്കൾക്ക് അനുഭവപ്പെട്ടത്? നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ പ്രത്യേകമായിട്ട് കേരളത്തിലെ അങ്ങനെ പ്രശ്നങ്ങളും നമ്മുടെ
വേറെ സംസ്ഥാനം പോലെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ഇല്ല. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം നമ്പർ ഓഫ് കേസസ് ഏതാണ്? ഈ അടിപിടി കേസാണ്. ഈ അടിപിടി കേസാണെങ്കിൽ പൊളിറ്റിക്കൽ ക്ലാസ്സസ് ഉണ്ടാകും, രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഇങ്ങനെ ചെറിയ അതിലൊരു കൊലപാതകം വരെ ഗോടി വെച്ച അങ്ങനെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഉണ്ടാക്കും, സം സ്റ്റോൺ ത്രോയിങ് ഉണ്ടാകും, പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ. ഇതാണ് മാക്സിമം കേസസ്. ഇപ്പോൾ ആക്ച്വലി ഏറ്റവും കൺസേൺഡ് ഉള്ള അത് നിങ്ങൾ ചോദിക്കുന്നില്ല. മോസ്റ്റ് കൺസേൺഡ് കേസ് ഈസ് പോക്സോ. ചിൽഡ്രൻക്ക് എതിരായിട്ട് ഇത് ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് 2 വർഷത്തകത്ത് ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മോർ ദാൻ 150%. കുട്ടികൾക്ക് ഉപദ്രവിച്ചിട്ട് വേറെ രീതിയിൽ ഫിസിക്കലി ഓർ നോട്ട് ഫിസിക്കലി അതാണ് കൂടിയിട്ട്. അതോട് വളരെ കുട്ടികളാണ് നമ്മുടെ എല്ലാം. കുട്ടികൾ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ പറയും ദേ ആർ ലൈക്ക് ഗോഡ്സ്. അതെ, അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും, ഒരു അച്ഛൻ മോൾക്ക് ഇങ്ങനെ ചെയ്യുമോ? അല്ല, പോക്സോ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യപ്പെടുന്നില്ലേ? അല്ല, ഞാൻ കുറച്ചാൾക്ക് അതന്നെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു മിസ്യൂസ് ഫാക്ടർ ഉണ്ടാകും എവിടെയെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും പോയാൽ. പക്ഷേ യൂസ് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിൽ വന്നു, ചൈൽഡ് റൈറ്റ് കമ്മീഷനുടെ നിർദ്ദേശമുണ്ടോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളുണ്ടോ. ഇപ്പോൾ ഞങ്ങൾ SOP ആക്കി. ഇത് പുതിയ നിയമമാണ്, പുതിയ നിയമം 2012 ഉള്ള നിയമമാണ്. കുറച്ച് അത്ര എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഇല്ല. ഒരു കുട്ടിക്ക് ഏത് രീതിയിൽ സംസാരിച്ചാൽ ഈ കുട്ടി പറയുവാനോ, ഒരു 5 വർഷമുള്ള കുട്ടി അവർക്ക് എന്താ മനസ്സിലാവും? അതോ ആ എക്സ്പെർട്ടീസ് പോലീസ്ക്ക് വേണം. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് ഞാൻ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ 1 വർഷത്തകത്തെ ഞങ്ങൾ എല്ലാ പോലീസുകാർക്ക് ഇതോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പോക്സോ ഈസ് വെരി ക്രൂഷ്യൽ. ആ പോക്സോക്ക് ഇതായിട്ട് സൊസൈറ്റിയുടെ ഇത് വേണം. ഇതിൽ പിന്നെ അതിൽ വേറെ ഒരു ഭാഗമുണ്ടോ? പോക്സോ ഞങ്ങൾ ചാർജ് ഷീറ്റ് ചെയ്യും, പക്ഷേ അക്യൂട്ട് അല്ല. കാരണം അറിയാമോ, ആ റിലേറ്റീവ്സ് വീട്ടുകാർ തന്നെ ആയിരിക്കും, അവരെല്ലാം ഹോസ്റ്റൈലാവും. ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്ന് പറയുന്നു. ഒരുപാട് കേസ് കൂടുതലാണ് പറയുന്നത്. IS-ലേക്ക് റിക്രൂട്ട്മെന്റ് പറ്റി ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താം. ഞങ്ങളാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ IS റിക്രൂട്ട്മെന്റ് കേസസ്. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് ഈവൻ പോലീസിൻ്റെ ഇടപെടൽ പോലും ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ കനകമലയിൽ തീവ്രവാദ ക്യാമ്പ് നടന്നു, വാഗമണ്ണിൽ നടന്നു, പല സ്ഥലങ്ങളിലും നടന്നു. പക്ഷേ കേരള പോലീസ് ഇത് അറിയുന്നില്ല. സെൻട്രൽ ഏജൻസീസാണ് വരുന്നത്, NIA വരുന്നു, അല്ലെങ്കിൽ IB റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമുക്ക് അറിയില്ല. യു ഓൺലി നോ ഹാഫ് ട്രൂത്ത്, യു ഡോണ്ട് നോ ദ ഫുൾ ട്രൂത്ത്. NIA ഉണ്ടാക്കിയ ഒരു ഫൗണ്ടർ ആളാണ് ഞാനാണ്. ഏത് രീതിയിൽ വിതൗട്ട് ദി കോപ്പറേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ ലോക്കൽ ഓർ സ്റ്റേറ്റ് പോലീസ് ദേ ഡോണ്ട് ഡു എനിത്തിങ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും IS ആയാലേ ഓർ ലഷ്കറുടെ ഇത് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഞങ്ങൾ വെക്കില്ല. എല്ലാ ദിവസം വി അനലൈസ് ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റ. അതിലെ കുറച്ച് ഒരു കിട്ടിയ ശേഷം വി ഷെയർ ഇറ്റ്. അതുകൊണ്ടാണ് ATS ഉണ്ടാക്കി. അല്ല, why don't you interfere? We have some limitations. There are certain limitations, operational limitations. We have to make them slowly. You have to make. ഒരു കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു IED ബ്ലാസ്റ്റ് ചെയ്ത് പോയാൽ അത് എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ സെൻട്രൽ ഏജൻസി, സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് അറിയാം കേട്ടോ. നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നില്ല. ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് ഏജ് ദാറ്റ് യു ഷുഡ് ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദി സെൻട്രൽ ഏജൻസീസ്. ഞങ്ങളുടെ എല്ലാ 2-way പ്രോസസ്സാണ്. നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒരു കാര്യം പറയാം, ഇതിലൊരു പേടിക്കാൻ കാര്യമില്ല. ഇവൻ നിങ്ങളുടെ ചാനലിലേക്ക് ത്രെട്ട് വന്നു, ഞാൻ തന്നെ അറിയിച്ചല്ലോ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ we have to work together. കാരണം ഇതിലെ പൊളിറ്റിക്സ് ഇല്ല, ഇതാണ് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യമാണ്. ആൻഡ് യു സി ദർ വാസ് നോ ATS.
We have now a very good, we are having one of the best ATS now. ഒരു 2 വർഷമാകത്തെ അവർക്ക് എല്ലാ, കാരണം ഞാൻ എന്നെ ഉണ്ടാക്കിയ സമയത്ത് എനിക്കറിയാം എന്തൊക്കെ ചെയ്യണം അവർക്ക് വേണ്ടി, എത്ര ക്യാപ്പബിലിറ്റി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഫയർ പവർ ക്യാപ്പബിലിറ്റി കൊടുക്കണം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സുമായിട്ട് ലിങ്കുള്ള ചില ഉദ്യോഗസ്ഥരൊക്കെ കേരള പോലീസിലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം, ഒരാളെ ഇപ്പോൾ കൊല്ലത്ത് നമുക്കറിയാം, പത്തനാപുരത്തും അതുപോലെ കലഞ്ഞൂർ പാടത്തൊക്കെ ജലാറ്റിൻ സ്റ്റിക്കുകൾ അടക്കം കണ്ടെത്തി. അപ്പോൾ അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു ഉദ്യോഗസ്ഥൻ, ബട്ട് he is still continuing in service. Oh, that I will not make a comment for individually, it's not fair on my part. We are actually taking whatever action is required, we will take that. പക്ഷേ നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യു ആർ കോസിങ് ദി കേരള ഈസ് വൾണറബിൾ. കാരണം കേരള ഒരു എക്സ്ട്രീം കോർണറിലാണ് ഒരു സ്റ്റേറ്റ്. 600 കോസ്റ്റ് ലൈൻ, കോസ്റ്റൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. whether it is Southern Naval Command or something, everything, yes. Southern Air Command, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റിഫൈനറീസ് ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ. ഞാനൊരു ടെററിസ്റ്റ് ആണെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം? ഇവിടെ തന്നെ ചെയ്താൽ പോരെ. സോ വി ഹാവ് ടു വർക്ക് ടുഗെദർ ഓൾ ഏജൻസീസ്, ദെൻ ഓൺലി. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയില്ല, എല്ലാവരും എല്ലാ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നില്ല. So we work together. Every alternate day we have closed door meetings. പിന്നെ വേറെ ഒരു കാര്യം മനസ്സിലായി, ഈ കാര്യങ്ങൾ മീഡിയക്ക് പിന്നെ പബ്ലിക് ഡൊമൈനിലേക്ക് പോവില്ല. അത് നിങ്ങൾക്ക് അറിയാം എന്തിനാണ്. ഞാൻ ആർക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഐ ക്യാൻ സേ പീപ്പിൾ ഹിയർ ആർ സേഫ് ബിക്കോസ് വി ആർ ദെയർ. വി നോ ഹൗ ടു ന്യൂട്രലൈസ് ദ പീപ്പിൾ. അല്ല സാർ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഇപ്പോൾ കോയമ്പത്തൂർ വലിയൊരു എക്സ്പോഷൻ നടന്നു അല്ലേ? അതുപോലുള്ള ഒരു അറ്റാക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുമോ? Nobody has seen the future. But to become alert, you don't lose anything. 2005 വരെ ബാംഗ്ലൂരിൽ കർണാടകയിലെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടില്ല. 2005 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർക്ക് അവർ വെടിവെച്ച് കൊന്നു. അതിനുശേഷം ടെററിസം അവിടെ വന്നല്ലോ. ഇവിടെ മനസ്സിലായില്ലേ? ഇവിടെ ആക്ച്വലി ഒരു സ്റ്റേറ്റ്, ക്യാൻ എനി സ്റ്റേറ്റ് സേ ദാറ്റ് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാക്കില്ല? അങ്ങനെയൊന്നുമില്ല. ബട്ട് ഏതെങ്കിലും അത് ആകാൻ മുമ്പ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ പറയൂ, എനിക്ക് ഒരു ആളില്ല, നമുക്ക് ATS ഇല്ല, നമ്മുടെ ഫയർ പവർ ഇല്ല, നമുക്ക് MP5 ഇല്ല, മറ്റേ ഞാനൊന്നും ചെയ്യുന്നില്ല, അത് ചെയ്യാൻ പറ്റില്ല. ഈ 5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിയുടെ ബ്ലെസ്സിങ്സിൽ ഞങ്ങൾ ഇവർക്ക് സ്ട്രോങ് ആക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം നാളെ ലോഞ്ച് ചെയ്യാൻ പോകുന്നേ, അവെഞ്ചേഴ്സ്. ദേ ആർ urban commandos. അത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഏതെങ്കിലും സിറ്റിയിൽ ടൗണിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ അവർ ന്യൂട്രലൈസ് ചെയ്യും. ഇവൻ 6 സിറ്റിയിലെ ഞങ്ങൾ അവരുടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നേ. ദേ ക്യാൻ ക്ലൈംബ് എ 10-storied ബിൽഡിംഗ് ഇൻ 30 seconds. ആ രീതിയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ് ചെയ്തത്? ഇതുവരെ ഇവരുടെ അറ്റാക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ബട്ട് വി ആർ റെഡി. അല്ല, മറ്റൊരു കാര്യം പറയുന്നത് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതുകൊണ്ട് എന്തായാലും അവർ ഇത്രയും അങ്ങനെ you do not have the complete data relating to that who are the terrorists. See, the question is that when there were some recruitments by the IS group there some time back, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 13 പേരെ അവരുടെ ഫാമിലി സഹിതം ഫസ്റ്റ് പോയില്ലോ. അത് കാരണം 21 ഫാമിലീസ് ആയി. അതിനുശേഷം ഡിഡ് യു ഹിയർ എനിബഡി ഗോയിങ്? ഒറ്റപ്പെട്ട കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പറ, ഓരോണം പറ. അല്ല, യൂത്ത് പോയിട്ടില്ല. അത് ഇതുപോലെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് ആക്ച്വലി ഇതൊരു എക്സാജറേഷൻ ചെയ്യാൻ പാടില്ല. കാരണം ആൾക്കാർക്ക് പേടിപ്പിക്കാൻ പാടില്ല. കാരണം ആൾക്കാർ ഇവിടെ ഭയങ്കര നല്ല രീതിയിൽ സുഖമായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് ടെററിസ്റ്റ് ഇൻഫെക്റ്റഡ് ആണ്, അവർക്ക് പേടിച്ചിട്ട് എന്താ കാര്യം? മീഡിയയുടെ റോൾ അതല്ലല്ലോ. യു ഷുഡ് ഗോ ബൈ വാട്ട് ഈസ് ഫാക്ട്. ഈ എക്സോഡസിന് ശേഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ മാത്രമല്ല, സെൻട്രൽ ഏജൻസി ഓൾസോ അവർ ചെയ്തിട്ടുണ്ടോ. പിന്നെ വേറെ ഒരു കാര്യം പറയാം.
വേറെ എവിടെയെങ്കിലേ ബോധഗയയിലെ ബ്ലാസ്റ്റ് ഉണ്ടായി. അവിടുത്തെ പ്രതി ഇവിടെ വന്നിട്ട് 2 വർഷമായിട്ട് കുക്കായിട്ട് ആരൊക്കെ എങ്ങനെ മനസ്സിലാവും? സർ, പിടിക്കപ്പെടുന്നതും മലയാളികളാണ് ഇപ്പം. അല്ലല്ല, അത് വേറെ കാര്യമാണ്. അത് നേരത്തെ ഓൾസോ ഉണ്ടായിരുന്നല്ലോ. കശ്മീർ കേസിൽ ഞങ്ങൾ സോപ്പോറിൽ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണ് NIA ഉള്ള സമയത്തെ. സോ ദോസ് തിങ്സ്, ദീസ് ടെററിസം വിൽ ബി ദെയർ ഇൻ സം ഫോർം ഓർ അതർ. അത് ആക്ച്വലി ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ടോളറേറ്റ് എനി ടെററിസ്റ്റ് ആക്ടിവിറ്റി, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. മാവോയിസം ഒരു ത്രെറ്റാണോ? ഒബ്വിയസ്ലി മാവോയിസം ത്രെറ്റാണ്. അതിലൊരു അല്ല, അവർ സ്ട്രോങ് ആണോ? അങ്ങനെ വളരെ ഒരു ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ആണ്. അവർ എത്ര വിധ സ്ട്രോങ് ആണോ? ഛത്തീസ്ഗഡ്, ഒഡീസ ഓർ ജാർഖണ്ഡ് പോലെ അല്ല. ഇവിടുത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹൈഡ് ഔട്ട്സ് കൂടെ ഭയങ്കര ഡെൻസ് ഫോറസ്റ്റിലാണ്. അവിടെ എത്താൻ വലിയ പാടാണ്. അത് ബസ്തറിൽ അങ്ങനെയല്ല. ബസ്തറിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് പറയുന്നത്. സോ ഇതിലെ പിന്നെ അവിടെ പോയി ഒരു കയറാൻ, പിന്നെ വെള്ളം ഉണ്ടാക്കും, നദി ഉണ്ടാക്കും, മറ്റേ കാര്യങ്ങൾ. സോ അവർക്ക് വേണ്ടി നല്ല സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ അത് ഓവർകം ചെയ്തിട്ടുണ്ടോ? സ്ലോലി ഓവർകം ചെയ്ത് 2016 നമ്മൾ വെടിവെച്ചു. പിന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യണോ? കാരണം നമ്മുടെ ദാറ്റ് ഷോസ് ദാറ്റ് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ, ഈ ഗവർണൻസ് ഉണ്ടോ. ഇവിടെ ഒരു ബനാന റിപ്പബ്ലിക് അല്ല. നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു അധികാരമില്ല ഒരു പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ കയറിയിട്ട് അവരുടെ ആരി തറുട മറ്റേ തറയില്ലെങ്കിൽ നിങ്ങൾ വെടിവെക്കും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ഇറ്റ്സ് എ ഡെമോക്രസി. പിന്നെ നിങ്ങൾക്ക് റിസർവ് ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അനുമതിയില്ല. റിസർവ് ഫോറസ്റ്റിലെ AK-47 വെച്ചിട്ട് നിങ്ങൾ എന്തിനു പോകുമോ? അല്ല, അതുകൊണ്ട് തന്നെയാണോ അന്ന് വെടിവെച്ചത്? അവർ വെടിവെച്ചു, ഞങ്ങൾ വെടിവെച്ചു. നിങ്ങൾ ഒരു കാര്യം തന്നെ, ലീഗലി വി ആർ കോമ്പിറ്റൻറ്റ്. കേട്ടോ, മനസ്സിലായില്ല? ആത്മരക്ഷയ്ക്ക് വേണ്ടി അവർ സപ്പോസ് ഞങ്ങൾ സാധാരണ എന്താ ചെയ്യാറുണ്ടോ പറയാം. ഞങ്ങൾ പറയും, ബ്രദർ പ്ലീസ് സ്റ്റോപ്പ്. അപ്പോൾ ഇയാൾ കൊണ്ട് ദെൻ നിങ്ങളിപ്പോൾ എന്താ ചെയ്യും? മാല വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കും. അതിന് മാത്രം അവർ എക്യുപ്ഡ് ആണോ? അതെ, ഒബ്വിയസ്ലി. അല്ല, പക്ഷേ ഈ നമ്മുടെ LDF-ലെ CPA തന്നെ പറയുന്നു നിരായുധരുടെ നേരെ ഞാൻ അതിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ പൊളിറ്റിക്സിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊളിറ്റിക്സിലേക്ക് കയറില്ല. അത് എന്തിനെ പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം മജിസ്ട്രിയൽ എൻക്വയറി ഉണ്ടായി. മജിസ്ട്രിയൽ എൻക്വയറിയിലെ റിപ്പോർട്ടുണ്ടല്ലോ, അതിലെല്ലാം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അത് കുട്ട പറഞ്ഞിട്ടില്ലല്ലോ. സർ, മറ്റൊരു ഏറ്റവും വലിയൊരു ത്രെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, കടത്തൽ സംഘങ്ങൾ, പൊട്ടിക്കൽ സംഘങ്ങൾ, പല പേരിലും അതുപോലുള്ളൊരു മാഫിയ ഇവിടെ വളർന്നു വരുന്നില്ലേ? യെസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ച വാർഡ് മാഫിയ അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാഫിയ? ഇറ്റ്സ് എ ഓർഗനൈസ്ഡ് ക്രൈം. ഈ ഓർഗനൈസ്ഡ് ക്രൈമിനെ കുറിച്ച് നിയമപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. വാർഡ് സ്മഗ്ലിംഗ് ഉപയോഗിച്ചാലേ നമ്മുടെ ജുറിസ്ഡിക്ഷനിലും പോകും. കാരണം അതിൻ്റെ ജുറിസ്ഡിക്ഷനിലാണ് DRI അല്ലെങ്കിൽ കസ്റ്റംസിലേക്ക് പോകും. ആ പവർ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്ക്ക് ഇതുവരെ തന്നിട്ടില്ല നിയമപ്രകാരം. പക്ഷേ ഈ ഫോൾ ഔട്ടായിട്ട് ഈ കാര്യത്തിൽ എന്താണ് ചോദിച്ചാൽ കിഡ്നാപ്പിംഗ് ഉണ്ടാക്കുന്നുണ്ട്, എക്സ്റ്റോർഷൻ ഉണ്ടാക്കുന്നുണ്ട്, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ സിൻഡിക്കേറ്റഡ് ഭാഗമായിട്ട് ഒരു ആൾക്ക് സ്വർണം സ്മഗിൾ ചെയ്യാൻ പറ്റില്ല. സോ ഓർഗനൈസ്ഡ് ക്രൈംക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം വേണം, ഓർഗനൈസ്ഡ് ക്രൈം കൺട്രോൾ ആക്ട്. അത് ഞങ്ങളിപ്പോൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്റിക്ക്. ഈ 36 വർഷം ഏറ്റവും ചെറിഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? അത് ഒരുപാടുണ്ട്. ഞാൻ ആക്ച്വലി ഉൾഫായിട്ട് ഫ്രണ്ട് ടു ഫ്രണ്ട് കോൺഫറൻറ്റേഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ഹിരക് ജ്യോതി മഹന്ത ടു പരേഷ് ബറുവ, ഈ കാര്യങ്ങൾ. അപ്പോൾ അതിൽ അവരുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇത് ഉണ്ടല്ല, ഒരു ഭയങ്കര ചാലഞ്ചിങ് സമയമായിരുന്നു. പിന്നെ ഒരുപാട് കേസുകൾ ഞങ്ങൾ പഞ്ചാബിൽ, ഗുജറാത്തിൽ, കശ്മീരിൽ ടെററിസം കേസുകൾ ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് വളരെ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു. ഏത് സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് 5-8 തോക്കുകൾ കയ്യിൽ വച്ചിട്ട് പോകുന്ന ആളാണ് ഞാനായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ചാലഞ്ചിങ് ആണ്. നിങ്ങളൊക്കെ അറിയില്ല, നിങ്ങൾ വെദർ യു വിൽ കം ബാക്ക് അലൈവ് ഓർ നോട്ട്. ആ രീതിയിലുണ്ടായിരുന്നു. അതൊരു ഫേസാണ്. ഞാനത് ചെയ്തു. അസാമിൽ ഓപ്പറേറ്റ് ചെയ്തു, മണിപ്പൂരിൽ ഓപ്പറേറ്റ് ചെയ്തു. ആ സമയത്തെ ഒരു
ലൈഫ് ത്രെറ്റനിങ് ആണോ, എൻ്റെ ഓഫീസേഴ്സ്മാർക്ക് വെടിവെച്ചു, കുറേ കാര്യങ്ങൾ, ഇതൊരു എല്ലാ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ ഓൾസോ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കേസ് തെളിയിച്ചു. ഫോർ എക്സാമ്പിൾ ആ സമയത്ത് സോ കോൾഡ് ജിസ കേസ് വളരെ സയൻറ്റിഫിക് രീതിയിൽ ഞങ്ങൾ തെളിയിച്ചിട്ട് ഇപ്പോൾ ഡെത്ത് പെനാൽറ്റി വരെ പോയില്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കേസ്, ഒരു ബ്ലൈൻഡ് കേസ് ഡിറ്റക്ട് ചെയ്താൽ ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു ബേസിക്കലി എനിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെട്ട ആളാണ്. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ 16 വർഷം മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സോ ഇന്നവരെ ഓൾസോ ഒന്നിൽ ഇപ്പോൾ പറയും ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ ഞാൻ പോകും. പക്ഷേ DG ആയതുകൊണ്ട് എനിക്ക് സമയമില്ല, പിന്നെ ബാക്കി കാര്യങ്ങളും എല്ലാ കാര്യവും നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷണൽ ക്വാളിറ്റി ആൻഡ് സ്കിൽ കംപ്ലീറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 8 കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുന്ന സ്റ്റേറ്റ് കേരളമാണ്. കാരണം പ്രതി ചിലപ്പോൾ വിദേശിലെയാണോ, അവിടെ വിദേശിലെ കോൺസ്പിറസി ഇവിടെ കുറ്റം ചെയ്യും. അതുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ചെയ്യും, ഫോറിൻ നിന്നും എങ്ങനെ എവിഡൻസ് കൊണ്ടുവരും, അതെല്ലാം നമ്മുടെ ആൾക്കാർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു. അത് പ്രോട്ടോക്കോളൈസ് ചെയ്തു. ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ നടിക്ക് നേരെ നടന്ന അക്രമം അത് ശരിയായ ദിശയിലല്ല അന്വേഷണം പോയതെന്ന് മുൻ DGP തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിൽ പറയുന്നത്, അത് സബ് ജുഡീസാണ്. സബ് ജുഡീസി DGP ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ഓർ ക്യാൻ നോട്ട് ടോക്ക് ഓൺ എനി സബ് ജുഡീസ് മാറ്റർ. കാരണം അത് ട്രയലിലാണ്. അത് പോട്ടെ, നിയമപര രീതിയിൽ പോകുന്നുണ്ട്, പോട്ടെ. പിണറായി വിജയനുമായിട്ടുള്ള അസോസിയേഷൻ, ഹൗ യു it is a very satisfying professional association. I consider him to be an extremely professional person. അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ് ഓൺ പോലീസ് സബ്ജക്റ്റ് ഈസ് വെരി ട്രെമൻഡസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഞാൻ മനസ്സിലായി, ഹൗ ടു കീപ് ദ പീപ്പിൾ സേഫ് ആൻഡ് സെക്യൂർ. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ലെവലിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള കോപ്പറേഷൻ, ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള പണം, മറ്റേ കാര്യങ്ങൾ, അത് ആക്ച്വലി സ്റ്റുപ്പൻഡസ് ആണ്. വലിയ സ്റ്റേറ്റിലെ പോലെ ഇങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ കേരള പോലീസ് സ്റ്റാൻഡ്സ് ആസ് നമ്പർ 1. നോബഡി ക്യാൻ ടച്ച് ദ വേ വി ഹാവ് യൂസ് ദ ടെക്നോളജി. ഞാൻ അനിൽ ഒന്ന് പറയുക, ഏത് ടെക്നോളജി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പറ. റോബോ ഞങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ടെക്നോളജി ഡ്രിവൻ ആയി ഓൺലി ബിക്കോസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് സപ്പോർട്ട് ചെയ്തു. ജസ്റ്റ് തിങ്ക് ദാറ്റ് ഐ വിൽ നോട്ട് ഹാവ് മണി ഓർ സംതിങ്, ഹൗ ഐ വിൽ ഡു ഇറ്റ്. റിട്ടയർഡ് ലൈഫ് എങ്ങനെ? റിട്ടയർഡ് ലൈഫ് ഞാൻ ചിന്തിക്കാറില്ല. ആരോഗ്യമായിട്ട് നിൽക്കാം, കുറച്ച് കാര്യങ്ങൾ കുറച്ച് നോക്കാം. പിന്നെ കേരളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ? അതോ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലെ ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടാകും. കാരണം കേരളം ഇത്ര വലിയ നല്ല നാടല്ലേ, ദേവയുടെ നാടല്ല. ആൻഡ് പീപ്പിൾ ആർ വെരി ഗുഡ്. ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് ഫുഡ്. ആൻഡ് ഐ നേരത്തെ ഞാൻ വരാൻ സമയത്ത് ഐ യൂസ് ടു നോട്ട് ഈറ്റ് പുട്ടു. ഇപ്പോൾ പുട്ടു ഓൾസോ കഴിക്കുന്നുണ്ടോ, സോ ഒരു പ്രശ്നമില്ല. പുട്ടുവാണ്ട് ഇടിയാപ്പം നമ്മുടെ കഴിക്കാം നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എ ഹൈലി ഡെവലപ്ഡ് സ്റ്റേറ്റ് കമ്പയർഡ് ടു ഇവിടെ എല്ലാ സിസ്റ്റം വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ബാക്കി സ്റ്റേറ്റുകളിലെ പോലെ അല്ലല്ലോ. ആൻഡ് പീപ്പിൾ ആർ നൈസ്. സോ ഐ വിൽ എൻജോയ് ദാറ്റ്. ബട്ട് ലെറ്റ് us see what happens. ഓക്കെ സാർ, എല്ലാ ആശംസകളും. താങ്ക് യു. വളരെയധികം നന്ദി ഇത്രയും സമയം ചെലവഴിച്ചത്. ശ്രീ ലോക്നാഥ് ബെഹ്റയുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്തേ.